ശ്രീ യുവരാജ് ഗോകുൽ ഇതൊന്നും ആത്യന്തികമായ വിജയമേ അല്ലെന്നാണ് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് കേട്ടില്ല, UP പോലെയൊന്നും BJPക്ക് കേരളം ഒരു വളക്കൂറുള്ള മണ്ണേ ആകത്തില്ലെന്നാണ് പറയുന്നത്. അല്ല, അതിനകത്ത് 35 കൊല്ലം ബംഗാളിനകത്ത് ഇവർ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് അവിടെ BJP വളരില്ല, ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. ഞാൻ മറ്റൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ എന്താണ് നമ്മുടെ ശ്രീ PC ജോർജിന് സ്വന്തം വാർഡിൽ വോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന്. നിങ്ങളുടെ പാർട്ടിയുടെ ഒരു ദേശീയ സെക്രട്ടറിക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ സ്വന്തം മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായത് MA ബേബിയെ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി ആക്കിയതിന് ശേഷം. അതുപോലെ നിങ്ങളുടെ ദേശീയ തലത്തിലുള്ള പാർട്ടി സെക്രട്ടറിക്ക് പോലും വാർഡ് ഇലക്ഷൻ പോട്ടെ, നിയമസഭയിലോ ലോക്സഭയിലോ പോലും സ്വന്തം ബൂത്തിൽ പോയിട്ട് അരിവാൾ ചുറ്റികയിൽ വോട്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും ഗതികേടുണ്ടായിരുന്ന പാർട്ടിയാണ് നിങ്ങൾ. അപ്പോഴാണ് കേരളത്തിൽ BJPക്ക് 10-12 സംസ്ഥാന അധ്യക്ഷന്മാരുണ്ട്, സംസ്ഥാന അധ്യക്ഷനുണ്ട്, ജനറൽ സെക്രട്ടറിമാരുണ്ട്, മറ്റനേകം ഭാരവാഹികളുണ്ട്, എല്ലാവരും ഉണ്ട്. അതിനകത്ത് ഒരു സംസ്ഥാന ഉപാധ്യക്ഷനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ വാർഡ് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടുന്ന കാര്യം നിങ്ങളുടെ ദേശീയ തലത്തിൽ തന്നെ നിങ്ങളുടെ ദേശീയ സെക്രട്ടറിയുടെ തന്നെ അവസ്ഥ ഇതായിരുന്നു എന്നുള്ളവരുടെ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് ജന്മഭൂമിയുടെയും ജനത്തിൻ്റെയും വാർത്തയൊന്നുമല്ല. ഒക്ടോബർ 1, 2024 മലയാള മനോരമയുടെ വാർത്തയാണ്. അതിനകത്ത് നിങ്ങളുടെ പാർട്ടിയുടെ റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പാർട്ടി വോട്ട് BJPക്ക് ചോർന്നെന്ന് CPM. 18 നിയമസഭാ മണ്ഡലങ്ങളിൽ LDFിനേക്കാൾ വോട്ട് BJPക്ക്. പാർട്ടി വോട്ടുകൾ BJPക്ക് മറിയുകയാണെന്നും CPM സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട്. ആറ്റിങ്ങലിൽ LDF പരാജയത്തിൻ്റെ കാരണം വോട്ടുകൾ BJPക്ക് പോയതാണ്. ആലപ്പുഴയും തൃശ്ശൂരും അടക്കമുള്ള പല മണ്ഡലങ്ങളിലും ഇതുണ്ടായി. അങ്ങനെ തുടങ്ങി നിങ്ങളുടെ വോട്ട് CPM, താങ്കൾ പറഞ്ഞെന്താണ്, CPMൻ്റെ വോട്ട് എങ്ങും പോകുന്നതല്ല, അത് അടിസ്ഥാനപരമായ വോട്ടാണ്, അങ്ങനെ ഇങ്ങനെയൊന്നും CPMൻ്റെ വോട്ടിലേക്ക് കടന്നു കയറാൻ സാധിക്കില്ല. നിങ്ങളുടെ പാർട്ടിയുടെ തന്നെ ഇൻറ്റേർണൽ റിപ്പോർട്ടാണ്. നിങ്ങളുടെ വോട്ടുകൾ കാര്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചോർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ള കാര്യം. ഇത്തവണ തന്നെ നിങ്ങളൊന്ന് നോക്കി നോക്കുന്നത്, നിങ്ങളുടെ പാർട്ടിയുടെ കോട്ടക്കൊത്തളങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ മുഴുവനും BJP പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. നെടുങ്കാട് വാർഡ് കോർപ്പറേഷൻ ഉണ്ടായ കാലം മുതൽ CPMൻ്റെ കുത്തകയായിരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കുത്തകയായിരുന്നു. 2020 അത് തകർന്നു. ഇത്തവണ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചോ? നിങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ്റെ സ്വന്തം വാർഡ് കടകംപള്ളി വാർഡ് BJP ജയിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. അങ്ങനെ നിങ്ങളൊന്ന് നോക്കി നോക്കുന്നേ. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ മോസ്കോ എന്നും ചൈനയെന്നും ഒക്കെ പേരിട്ട് വിളിച്ചിരുന്ന പല സ്ഥലങ്ങളും ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ കൗൺസിലർമാരാണ്. അത് കോൺഗ്രസിൻ്റെ തലയിലേക്ക് മാത്രം വെച്ചിട്ട് കാര്യമില്ല. അവിടെ CPMൻ്റെ വോട്ട് ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ പറയും കോൺഗ്രസിൻ്റെ വോട്ട് 1000 ഉണ്ടായിരുന്നു, അതിപ്പോൾ 300-400 ആയി എന്നുള്ള കാര്യം. ശരി, CPMൻ്റെ വോട്ട് 3000-4000 ഉണ്ടായിരുന്നത് ഇന്ന് 1500-1800 ഉള്ളൂ. അതെന്താ നിങ്ങൾ പറയാത്തെ? അതുകൊണ്ടുകൂടിയാണ് BJPക്ക് അവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ കോട്ടകൾ ഞങ്ങളിന്ന് ജയിച്ച് കയറുന്ന സാഹചര്യം ഉണ്ടായത് മറ്റൊന്നും കൊണ്ടല്ല. ആൾക്കാർ ദേശാഭിമാനിയും കൈരളിയും മാത്രമല്ല, മറ്റ് പലതും കാണുകയും കേൾക്കുകയും ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സാധനം വല്ലാത്ത രീതിയിൽ ജനകീയമായി മാറുകയും ആൾക്കാർക്ക് സത്യവും യാഥാർത്ഥ്യമൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാനും കഴിയുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായതുകൊണ്ടാണ്. അതിന് നിങ്ങളിങ്ങനെ മനസ്സ് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ CPMൻ്റെ വോട്ടുകൾ BJPയിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യം നിങ്ങളുടെ പാർട്ടിയുടെ തന്നെ ഇന്റേണൽ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ.